ഇഡ്ഡലിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റിയ ടൊമാറ്റോ ചട്നിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയും മുളക് ചേർക്കാം. 4 വറ്റൽമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. 2 വെളുത്തുള്ളി കട്ട് ചെയ്തതും 1 പച്ചമുളക് കട്ട് ചെയ്തതും ചേർക്കാം. പച്ചമുളകും വെളുത്തുള്ളിയും നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സവാള കട്ട് ചെയ്ത് ചേർക്കുകയാണ്. രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായി വെന്ത് വരണം. തക്കാളി എല്ലാം നന്നായി വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ടൊമാറ്റോ ചട്നി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 4 ടീസ്പൂൺ വെള്ളമാണ് ഇത് അരയ്ക്കാനായിട്ട് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കടുക് താളിച്ച് അതിലേക്ക് ഇളക്കിയെടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ചതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചട്നി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ടൊമാറ്റോ ചട്നി ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു ദോശയും കൂട്ടി കഴിച്ചാലോ?